ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന 5-in-1 ടോപ്പ് കേക്കാണ്. അപ്പം ഭയങ്കര സിമ്പിളാണ് ഇതുണ്ടാക്കാൻ. സാധാരണ കേക്കിനെക്കാട്ടിലും സിമ്പിളാണ്. അപ്പോൾ നമുക്കൊരു കേക്കിൻ്റെ ടിന്നിലേക്ക് കുറച്ച് ഓയിൽ തടവി വെച്ച് കൊടുക്കാം. അപ്പുറത്തെ സൈഡിൽ നമുക്ക് അപ്പോഴത്തേനും ഒരു ഓവൻ സെറ്റപ്പ് അതിൽ ഉണ്ടാക്കി കൊടുക്കാം. ഒരു പാത്രത്തിൽ ഇതേപോലെ ഉപ്പൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ആ സമയം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് അത്യാവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് തൊട്ടെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു അത്യാവശ്യത്തിനുള്ള വാനില എസൻസും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ കേക്കിനുള്ള ഒരു ബാറ്ററിൻ്റെ അതേ ഒരു ഐറ്റംസ് തന്നെ നമ്മൾ യൂസ് ആക്കുന്നുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരേ ഡയറക്ഷൻ നോക്കി ബീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ് ചെയ്യൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് മൈദയാണ്. പിന്നെ ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ അത്യാവശ്യത്തിനനുസരിച്ചുള്ള കൊക്കോ പൗഡർ മൈദയൊക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തിരുന്ന ഒരു ഓപ്ഷണലാണ്, ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കുറച്ച് കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത്യാവശ്യത്തിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറുമാണ്. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. മുകളിലുള്ള തരികൾ ഒഴിച്ച് ബാക്കിയൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇനി നമുക്കത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു കേക്ക് ബാറ്ററിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് പാലിൽ കുറച്ച് സുർക്ക പാർന്ന് വെച്ചിരുന്നു, അതായത് വിനാഗിരി ചേർത്തിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇതൊന്ന് പിരുന്നനായിട്ടുണ്ട്. ഇനി നമ്മൾ അതാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ തയ്യാറാക്കി വെക്കേണ്ടതാണ്. അത് പറയാൻ വിട്ടുപോയതാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് പറ്റി പൊടിക്കാതിരിക്കാനും കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമുക്ക് അതൊന്ന് പാർന്നു കൊടുക്കാം. എന്നിട്ട് എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓവൻ സെറ്റപ്പിലേക്ക് നമ്മളത് ഇറക്കി കൊടുക്കുകയാണ്. ഇനി നമ്മളൊരു മൂടി അതിന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വെയിറ്റ് കൂടി എന്തെങ്കിലും വെച്ച് കൊടുക്കണം. നമ്മളിവിടെ യൂസാക്കുന്ന ഈ ഒരു ചെറിയ ഉരലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കനമുള്ള കാര്യം എന്തെങ്കിലും വെയിറ്റുള്ളൊരു കാര്യം അതിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള ഒരു കേക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് വെന്തോന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായിക്കൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാട്ടോ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അത് ഇനി നമ്മൾ ഈ 5-in-1 ടോട്ട് കേക്ക് വെക്കാനുള്ള ഒരു ടിന്നാണ് ഇത്. അപ്പം ഇതിന് 90 എത്ര രൂപ ആയിട്ടുണ്ട്. അപ്പം ഇതിലാണ് നമ്മൾ ഈ കേക്ക് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കേക്കിന് നമുക്ക് ഇത് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ മുറിക്കണം. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കേക്കിൻ്റെ മുകളിൽ അമർത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിലും, അതായത് ആ ഒരു ഡപ്പയിൽ കൊള്ളാൻ പറ്റുന്ന ഷേപ്പിൽ നമുക്ക് കേക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യാൻ ആരും മറക്കരുത്. ഇത് എക്സ്ട്രീം സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പം അത് കുഴപ്പമൊന്നുമില്ല, കാരണം അത് അടിയിലേക്ക് വരാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിൽക്കിൻ്റെ ഷുഗർ സിറപ്പാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന നിലയ്ക്ക് ആഡ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് ചോക്ലേറ്റ് കോമ്പൗണ്ട്സ് നുറുക്കിയത് നമ്മളൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് ഉരുകി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫ്രഷ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലെ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് അലിയണം.
അത് മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സൈഡിൽ വേറെ ബൗളിൽ കുറച്ച് ഫ്രഷ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അത്യാവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് സാധാ കേക്കിന് ബീറ്റ് ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലഫി ടൈപ്പായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് കോമ്പൗണ്ടിൻ്റെ നേരത്തെ വിപ്പിംഗ് ക്രീം മിക്സ് ആക്കിയിരുന്ന് 2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം കിട്ടും. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് നമ്മുടെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും എത്തക്ക രീതിയിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന രീതിക്ക് ചെയ്യണം. നമ്മൾ അടുത്ത ലെയർക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ഏകദേശം പൊടിഞ്ഞു എന്നുള്ള രീതിക്ക് ജാറിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് അധികം ഓവറായിട്ട് പൊടിയാണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച ബാക്കി ചോക്ലേറ്റിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ 3rd ലെയറായിട്ട് നമ്മൾ ഇതാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഡയറി മിൽക്കാണ്. അപ്പോൾ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫാമിലി പാക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഡയറി മിൽക്ക് ആയതുകൊണ്ട് തന്നെ മെൽറ്റ് ചെയ്യൽ കഴിയും. അപ്പം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി മെൽറ്റായിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല. അപ്പം ഇനി നമ്മൾ 4th ലെയറായിട്ട് നമ്മുടെ ഒരു ഡയറി മിൽക്കിൻ്റെ ലെയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് ലഭിച്ചത് ഒരു ഗ്ലാസി ലുക്കാണ് കേട്ടോ. ഗ്ലാസി ആയിട്ടുള്ള ഒരു കേക്ക് ടിന്നാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഓരോ ലെയർ ചെയ്യുമ്പോഴും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല അടിപൊളിയായിട്ട് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് വരാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കൊക്കോ ലെയറാണ്, അതായത് കൊക്കോ പൗഡറിൻ്റെ ഒരു ലെയറാണ്. അതായത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. അതായത് അരിപ്പയിൽ വെച്ചിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇട്ടതിന് ശേഷം ഒന്നിങ്ങനെ തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 5 in 1 ടോക്കിൻ്റെ ഫുൾ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഹോൾ ബോക്സ് അടച്ചിട്ട് ഇത് രാവിലെയാണ് നമ്മൾ എടുത്തിട്ട് ഓപ്പൺ ആക്കിയത്. നൈറ്റ് ഉണ്ടാക്കി രാവിലെയാണ് തുറന്നത്. അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചിട്ടൊന്നുമില്ല, ബട്ട് ഞങ്ങൾ വീട്ടിലാണ് ട്രൈ ചെയ്തത്. അപ്പോൾ കുറേ വീഡിയോസ് കണ്ടു, അപ്പോൾ ട്രൈ ചെയ്യണം തോന്നി. അപ്പം നമ്മളിനി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാന്ന്. അത് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്, ഭയങ്കര ചോക്ലേറ്റി ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കട്ടെ. അപ്പം എൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഞാനാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിൻ്റെ ലെയേഴ്സൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ കാണിച്ചു തരികയാണ്. കറക്റ്റാണ്, അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം നമ്മളിനി കഴിച്ചു നോക്കാൻ വേണ്ടി പോവാന്ന്. സത്യം പറയാലോ, കഴിച്ചപ്പോൾ ഞാൻ ഏതോ ലോകത്തേക്ക് പോയി. എനിക്ക് സംസാരിക്കാനൊന്നും പറ്റാതായിട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഓരോ ചോക്ലേറ്റ് ലെയേഴ്സും വേറെ വേറെ ടേസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ റേഷുവിനൊക്കെ അവളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അധികം ചോക്ലേറ്റ് ലവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും പക്ഷെ അവർക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിയുമ്പോഴത്തേന് കേക്കിൻ്റെ അവസ്ഥ ഇങ്ങനായി. അപ്പോൾ ഇത്രയ്ക്ക് ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കല്ലേ.